ഹായ് എവരി വൺ. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനെ പറ്റിയാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബോർ മോഡൽ ഉണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ട്, ഹൈഡ്രജൻ സ്പെക്ട്ര ഉണ്ട്, ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിലൂടെ നോക്കി കാണാൻ പോകുന്നത്. അറൗണ്ട് ഒരു 30 ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് സെഷനിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് നമ്മൾ HSSTയുടെ ഒരു ലോങ് ടേം ബാച്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡെയിലി റിവിഷൻ ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും. ആ ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാം. അതിൻ്റെ സൊല്യൂഷൻസും നിങ്ങൾക്ക് നോക്കിക്കാണാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് സെഷനിലേക്ക് പോകാം. നോക്കിക്കോളൂ. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മൂന്നാമത്തെ ബോർ ഓർബിറ്റലിൻ്റെ റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റേഡിയസും എനർജിയും ഒക്കെ കാണുമ്പോൾ ഇത് എൻ സ്ക്വയർ ആണോ സെഡ് സ്ക്വയർ ആണോ, താഴെയാണോ എൻ സ്ക്വയർ മുകളിലാണോ എൻ സ്ക്വയർ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് വെക്കുക. എർവിൻ സിങ് 2211 എന്തായി പറയുന്നത് നോക്കിയ മക്കളെ. ഇതാ എനർജി എന്ന് പറയുന്നത് നോക്കൂ, എർവിൻ എന്ന് എഴുതുക. ഓക്കെ, ഈ IN വേണ്ട കേട്ടോ. നമ്മൾ സംസാരിക്കുന്നത് എനർജി, റേഡിയസ്, വെലോസിറ്റിയെ പറ്റിയാണ്. സിങ്ക് അതായത് ZN പിന്നെ 2211 അതായത് പറയുന്ന ഇത്രയേ ഉള്ളൂ. എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ അടുത്തത് എന്താണ് എൻ സ്ക്വയർ. അത്രയേ ഉള്ളൂ. ഇനി അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകത്തില്ല. ഇനി റേഡിയസിൻ്റെ കാര്യമാണെങ്കിലോ, റേഡിയസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആദ്യത്തെ ഇത് എൻ സ്ക്വയർ. ഓക്കെ, എൻ സ്ക്വയർ ബൈ എന്തായിരിക്കും? യെസ്, Z⁻1. ഇനി ഇതേപോലെ വെലോസിറ്റി നോക്കിക്കോ. വെലോസിറ്റി എങ്ങനെയായിരിക്കും? വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Z⁻1 അല്ലേ, ഇതിൻ്റെ താഴെയുള്ളത് ഡിവൈഡഡ് ബൈ അടുത്ത കോളത്തിലുള്ള യെസ് N⁻1. അപ്പോൾ ഇത്രയും ആലോചിച്ച് വെച്ചാൽ ഇതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, മാറിപ്പോകത്തില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒന്നുമില്ല, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ തേർഡ് ഓർബിറ്റലിലെ റേഡിയസ് ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? യെസ്, നമുക്കറിയാം 0.529. ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അല്ലേ, റേഡിയസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? N സ്ക്വയർ ബൈ Z ഇതായിരിക്കും. യെസ്, ദാറ്റ് ഈസ് N സ്ക്വയർ ബൈ Z എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എന്തായിരിക്കും? യെസ്, നോക്കിക്കോളൂ. 0.529 ഇൻറ്റു 3 സ്ക്വയർ ബൈ Z എത്രയാ? 1. ഹൈഡ്രജൻ ആറ്റമാണ്, Z എത്രയാണ്? 1 ആണ്. N എന്ന് പറയുന്നത് തേർഡ് ഓർബിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. N is equal to 3. അപ്പോൾ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ നോക്കിക്കോളൂ, 9 ഇൻറ്റു 0.529. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 9 ഇൻറ്റു 5 എത്രയായിരിക്കും? 45 അല്ലേ, ഒരു പോയിന്റും 4.5 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്രോക്സിമേറ്റ് വാല്യൂ എടുത്താൽ മതി. എന്നിട്ട് ഓപ്ഷനിൽ നോക്കുക. ഓപ്ഷനിൽ എന്താ ഉള്ളത്? യെസ്, 4.77 ആണ് കാണാൻ പറ്റുന്നത്. ഓപ്ഷൻ സി വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇവിടെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അടിസ്ഥാന അവസ്ഥയിലെ റേഡിയസ് എത്രയാണ്? 0.53 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റേഡിയസ് 0.53 ആങ്സ്ട്രോം. ഓക്കെ, അപ്പോൾ ഇത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഏത് റേഡിയസ് ആണ്? ഫസ്റ്റ് ആണ് അല്ലേ, ഫസ്റ്റ് ഓർബിറ്റലുള്ള റേഡിയസ് ആണ്. അതേ അവസ്ഥയിൽ Li2+ൻ്റെ റേഡിയസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നിൻ്റെ വാല്യൂ അതേ അവസ്ഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ Rn is equal to 0.529 N സ്ക്വയർ. N എത്രയാ? 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ Z എത്രയാ? യെസ്, അറ്റോമിക് നമ്പർ 3 ആണല്ലേ, ലിഥിയത്തിൻ്റെ 0.529/3 എന്ന് വരും. സോ യു ക്യാൻ ജസ്റ്റ് സിംപ്ലി 5/3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 21.7 എന്നുള്ള രീതിയിൽ വരും. ആൻഡ് അഗൈൻ ഇവിടെ എന്താണ്, ഇതിനെ ഞാൻ 5 ആക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? യെസ്, 0.17 എന്നാണ് വരിക. ഓക്കെ, യെസ്, കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവസാനം എന്ത് ചെയ്താൽ മതി? പോയിന്റ് ഒക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടാൽ മതി. സോ ഓപ്ഷൻ എന്ത് വരും? സി. ഓൾറൈറ്റ്, ഇനി മൂന്നാമത്തത് nth ഓർബിറ്റലിൽ ഇലക്ട്രോണിൻ്റെ ആങ്കുലാർ മൊമെൻറ്റം. യെസ്, ബോർ തിയറിയുമായി റിലേറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ. യെസ്, L is equal to mvr is equal to angular momentum of an electron is equal to nh/2π. nh/2π ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്ന് നമ്മൾ പറയും. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഇലക്ട്രോണിൻ്റെ ആങ്കുലാർ മൊമെൻറ്റം √6 h ക്രൂസ്
നോക്കിക്കോളൂ, ആങ്കുലാർ മൊമെന്റം √6 ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എല്ലിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? √L × L+1 h/2π. h/2πനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? h എന്ന് വിളിക്കുന്നത്. അതായത് √L × L+1ൻ്റെ വാല്യൂ എത്രയാ? √6. അതായത് എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും ഇവിടെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2 ആയിരിക്കും അല്ലേ? 2 × 2+1 എന്തായിരിക്കും? √6. സോ എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും ഇവിടെ? ബി. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ഹൈഡ്രജൻ ആറ്റത്തിൽ n=ഇൻഫിനിറ്റി ലെവലിലെ ഇലക്ട്രോണിന്റെ ഊർജ്ജം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യം, എനർജി എന്ന് പറയുന്നത് എത്രയാണ്? -13.6 Z² ആണ്. അപ്പം നിങ്ങൾക്കറിയാം ഈ നെഗറ്റീവ് എന്താ അർത്ഥമാക്കുന്നത്? ദർ ഈസ് സം അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ, ന്യൂക്ലിയസുമായിട്ട് അട്രാക്ഷൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് ലെറ്റ്സ് സേ ഇവിടെ ഇവിടെ എന്തുണ്ട്? ഫസ്റ്റ് ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ന്യൂക്ലിയസുമായിട്ട് അട്രാക്ഷൻ ഉണ്ടാകും. ഇനി ഇവിടെ നിന്ന് ദൂരത്തിലേക്ക് പോകും തോറും ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ എന്താവും? കുറഞ്ഞു വരും സ്വാഭാവികമായിട്ടും അല്ലേ? ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അട്രാക്ഷൻ എന്താകും? ഡിസ്റ്റൻസ് ഇൻക്രീസസ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താകും? ഡിക്രീസ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് n=ഇൻഫിനിറ്റിയിലാകുമ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇലക്ട്രോൺ കംപ്ലീറ്റ്ലി ഫ്രീ ആകും. അതായത് ദർ വിൽ ബി നോ അട്രാക്റ്റീവ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ എനർജി എത്രയായിരിക്കും ഇവിടെ? കംപ്ലീറ്റ്ലി ഫ്രീ ആണെങ്കിൽ എനർജി എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 6, ഹൈഡ്രജൻ ആറ്റത്തിന്റെ അയോണീകരണ ഊർജ്ജമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കി. ഹൈഡ്രജൻ ആറ്റം, ഓക്കെ, ഫസ്റ്റ് ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെയുള്ള എത്രത്തോളം അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെ, ഈ ബോണ്ടിനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത് അല്ലെ. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? നമുക്ക് റിമൂവ് ചെയ്യണം. അതിന് എത്രത്തോളം എനർജി നമുക്ക് കൊടുക്കണമോ അതായിരിക്കും ഇവരുടെ അയോണൈസേഷൻ എനർജി. കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ഇവർ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. ഈ അട്രാക്ഷനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? നമുക്ക് റിമൂവ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയോണൈസേഷൻ എൻതാൽപ്പി, അയോണൈസേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി എത്രയാണ്? അല്ലേ, ഫസ്റ്റ് ഓർബിറ്റൽ എന്താണ്? -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ എനർജി നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അയോണൈസ് ചെയ്യാൻ പറ്റുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു +13.6 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ നോക്കി, ബോറിന്റെ മാതൃകയ്ക്ക് വിശദീകരിക്കാൻ കഴിയാത്തത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിമിറ്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുക അല്ലെ, ലിമിറ്റേഷൻ. ഹൈഡ്രജൻ സ്പെക്ട്രം, ഇറ്റ് ക്യാൻ. ക്വാണ്ടൈസ്ഡ് എനർജി, അതും പറയാൻ പറ്റും. ഹൈഡ്രജന്റെ അയോണീകരണം, അയോണൈസേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു. പക്ഷേ സീമാൻ എഫക്റ്റ്, ഓക്കെ, സീമാൻ എഫക്റ്റും അതേപോലെ വേറൊരു എഫക്റ്റും കൂടെ ഉണ്ട്. എന്താണ്? സ്റ്റാർക്ക് എഫക്റ്റ്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എന്താണ് ഈ കാര്യം? സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ആണ് അല്ലേ. സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. സീമാൻ എഫക്റ്റ് എവിടെയായിരുന്നു? എം ഉണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡ്. സ്റ്റാർക്ക് എഫക്റ്റ് അല്ലേ, ടോണിങ് സ്റ്റാർക്ക് എന്നൊക്കെ ആലോചിച്ചു. ഇലക്ട്രിക് ഫീൽഡിൽ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസിനെയാണ് സ്റ്റാർക്ക് എഫക്റ്റ് പറയുന്നത്. സീമാൻ ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്. നെക്സ്റ്റ് വൺ, ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഏത് സീരീസ് ആണ് അൾട്രാ വയലറ്റിൽ കാണപ്പെടുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഏതാണ്? ലൈമാൻ. ബാമർ ആകുമ്പോൾ വിസിബിൾ ആയിരിക്കും. പാഷൻ ബ്രാക്കറ്റ് ഒക്കെ ആകുമ്പോൾ എന്തായിരിക്കും? IR റീജിയനിലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോർ മാതൃക പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പരാജയപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ കണ്ടായിരുന്നു, സീമാനും സ്റ്റാർക്ക് എഫക്റ്റും. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇലക്ട്രോണിൻ്റെ തരംഗ സ്വഭാവം അവഗണിക്കുന്നു. അതായത് ഇലക്ട്രോണിന് പാർട്ടിക്കിൾ നേച്ചർ മാത്രമല്ല, ഇലക്ട്രോണിന് എന്ത് നേച്ചറും കൂടെ ഉണ്ട്? വേവ് നേച്ചറും കൂടെ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല? ബോർ മോഡൽ കൺസിഡർ ചെയ്യുന്നില്ലായിരുന്നു. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? ഇത് രണ്ടുപേരെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ് അല്ലേ. ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ബോർ മോഡലിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു ലാംഡ ഈസ് ഈക്വൽ ടു ഡി ബ്രോയ് ഹൈപ്പോത്തസിസ്. ഓക്കെ, ലാംഡ ഈസ് ഈക്വൽ ടു h/p. പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, അതേപോലെ എന്തുകൊണ്ട്? വേവ് നേച്ചറും ഉണ്ട് എല്ലാ പാർട്ടിക്കിളിലും. നെക്സ്റ്റ് വൺ, ബാമർ സീരീസിലെ ഏറ്റവും നീളമുള്ള തരംഗ ദൈർഘ്യം, അതായത് പറഞ്ഞിരിക്കുന്നത് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ആണ് മക്കളെ ഉദ്ദേശിക്കുന്നത്. ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്,
ലാംഡ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ 1 ലാംഡ ഇസ് ഈക്വൽ ടു ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ആർ സെഡ് സ്ക്വയർ, സെഡ് 1 തന്നെയാണ്, ഹൈഡ്രജൻ ആണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇൻ ടു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ഇപ്പോൾ ബാമർ സീരീസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ബാമർ സീരീസിലെ n1 നിങ്ങൾക്കറിയാം എത്രയാണ്, 2 ആണ്. പക്ഷേ n2 ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? അതായത് 3യിൽ നിന്ന് 2ലേക്കുള്ള ട്രാൻസിഷൻ, 4ൽ നിന്ന് 2ലേക്കുള്ള ട്രാൻസിഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ n2ൻ്റെ വാല്യൂ നമുക്കറിയാം. പക്ഷേ ഇവിടെ n2ൻ്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതാണ് ഈ പ്രോബ്ലത്തിലെ ക്യാച്ച്. ഈ പ്രോബ്ലത്തിൽ n2 പറഞ്ഞിട്ടില്ല. പക്ഷേ ഇൻഡയറക്റ്റ്ലി അവർ വേറൊരു കാര്യം പറയുന്നുണ്ട്, ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയായിരിക്കും, വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ. ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ആണെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കും? യെസ്, സ്മോളസ്റ്റ് ആയിരിക്കും അല്ലേ, സ്മോളസ്റ്റ്. അപ്പോൾ ഫ്രീക്വൻസി കുറയുകയാണെങ്കിൽ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്താൽ എനർജി എന്തായിരിക്കും? സ്മോളസ്റ്റ്. ഓക്കെ, എനർജി ഓൾസോ സ്മോളസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എനർജിയുള്ള ട്രാൻസിഷൻ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതാണ് നമ്മുടെ 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, ബാമർ സീരീസിൽ ഇതാണ് 2, ഇതാണ് 3, 4, 5 എന്നൊക്കെ പറഞ്ഞു പോകും. ഇവിടെ എനർജി ഏറ്റവും സ്മോൾ ഏതായിരിക്കും? യെസ്, ലോവസ്റ്റ്, സ്മോളസ്റ്റ് എന്നല്ല, സോറി ഫോർ ദാറ്റ്, ലോവസ്റ്റ് ആയിരിക്കും അല്ലേ. യെസ്, ലോവസ്റ്റ് എനർജി ട്രാൻസിഷൻ ഏതായിരിക്കും? യെസ്, 3യിൽ നിന്ന് 2ലേക്ക് വരുന്ന ട്രാൻസിഷൻ ആയിരിക്കും അല്ലേ, അല്ലാതെ 4ൽ നിന്നാണോ? ഇവിടെ എന്താണ്, എനർജി കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ ലോവസ്റ്റ് എനർജി ട്രാൻസിഷൻ എന്ന് പറയുന്നത് 3യിൽ നിന്ന് 2ലേക്ക് വരുന്ന ട്രാൻസിഷൻ ആണ്, വിച്ച് ബേസിക്കലി മീൻസ് ദാറ്റ് n2ൻ്റെ വാല്യൂ ഇവരിവിടെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. n2ൻ്റെ വാല്യൂ എന്താണ്? 3 ആണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് വാല്യൂസ് പുട്ട് ചെയ്താൽ മതി. 1/λ ഇസ് ഈക്വൽ ടു ആർ സെഡ് സ്ക്വയർ 1/2 സ്ക്വയർ മൈനസ് 1/3 സ്ക്വയർ. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്തോളൂ. 9 - 4 എത്ര വരും? യെസ്, 5 വരും. 9 × 4 36 എന്ന് വരും. ആൻഡ് അഗെയിൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലാംഡയാണ്. യെസ്, നോക്കിക്കോണേ, തരംഗ ദൈർഘ്യമാണ് ചോദിച്ചിരിക്കുന്നത്, വേവ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്, നോട്ട് 1/λ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻവേഴ്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 1/r 36/5. ആൻഡ് അഗെയിൻ 1/rൻ്റെ വാല്യൂ ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം മക്കളെ. യെസ്, എത്രയാണ്? 912 ആങ്സ്ട്രോം ആണ്. 912 ആങ്സ്ട്രോം. ആൻഡ് 36/5 എന്ത് ചെയ്താൽ മതി? 7 ആക്കി എടുത്താൽ മതി അല്ലേ. 35/5 എത്രയായിരിക്കും? 7. 7 ആയിട്ട് അപ്രോക്സിമേറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്തായിരിക്കും എടാ? 912 × 7 ആങ്സ്ട്രോമിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, എത്രയായിരിക്കും? 4, 8 എന്തായിരിക്കും? 63. 6384 ആങ്സ്ട്രോം എന്ന് പറയും. ഓപ്ഷനിൽ എന്താ കൊടുത്തിരിക്കുന്നത്? നാനോമീറ്ററിലാണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നാനോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. എത്രയായിരിക്കും? 638.4 നാനോമീറ്റർ എന്ന് വരും. അപ്രോക്സിമേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇതിനടുത്തുള്ള ഒരു വാല്യൂ 656 നാനോമീറ്റർ. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, 1/rൻ്റെ വാല്യൂ എന്താണ്? യെസ്, 912 ആങ്സ്ട്രോം. ഇവിടെ നിന്ന് വേറൊരു ചോദ്യം കൂടെ ചോദിക്കാം. എന്തായിരിക്കും? ഇവിടെ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ചോദിക്കുകയാണെങ്കിലോ? ഷോർട്ടസ്റ്റ് ലാംഡ. അപ്പോൾ ഫ്രീക്വൻസി എന്തായിരിക്കും? ഫ്രീക്വൻസി ലാർജസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനർജി എന്തായിരിക്കും? യെസ്, എനർജി ഇവിടെ എന്തായിരുന്നു? ലോവസ്റ്റ്. ഇവിടെ എന്തായിരിക്കും? ഹയസ്റ്റ് ട്രാൻസിഷൻ ആയിരിക്കും. ഹയസ്റ്റ് ട്രാൻസിഷൻ. അപ്പോൾ എനർജി എപ്പോഴും ഏറ്റവും കൂടുതൽ ഉണ്ടാകുക? നിങ്ങളൊന്ന് ആലോചിച്ചോ, 5ൽ നിന്ന് 2ലേക്ക് വരുമ്പോഴാണോ? ഓഫ് കോഴ്സ് 4നേക്കാൾ കൂടുതലായിരിക്കും 5 അല്ലേ. അപ്പോൾ വിച്ച് മീൻസ് നോക്കിക്കോളൂ, n1ൻ്റെ വാല്യൂ നമുക്കറിയാം 2 ആണ്. n2ൻ്റെ വാല്യൂ എന്തായിരിക്കും? യെസ്, ഹയസ്റ്റ് ട്രാൻസിഷൻ നടക്കണം. n2ൻ്റെ വാല്യൂ എന്താ? ഇൻഫിനിറ്റി. അപ്പോൾ ഇതേപോലെ 1/λ ഇസ് ഈക്വൽ ടു ആർ സെഡ് സ്ക്വയർ 1/2 സ്ക്വയർ മൈനസ് 1/∞ സ്ക്വയർ. 1/∞ എന്ന് പറഞ്ഞാൽ എന്താ? 0. അതായത് 1/λ ഇസ് ഈക്വൽ ടു r/4 എന്ന് വരും. ക്ലിയർ ആണല്ലോ? 1/4 സോറി r/4. എന്നിട്ട് എന്ത് ചെയ്യുക? ലാംഡ കണ്ടുപിടിക്കുക. എന്തായിരിക്കും? 4/r എന്ന് വരും. 1/rൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 912. എന്ത് ചെയ്തോളൂ? സോൾവ് ചെയ്തോളൂ. എത്ര വരും? യെസ്, 3648 ആങ്സ്ട്രോം. അല്ലെങ്കിൽ നാനോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 364.8 നാനോമീറ്റർ എന്ന് നമുക്ക് കിട്ടും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തും ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്തും. കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ,
ഹൈഡ്രജൻ ആറ്റത്തിന്റെ ലൈമാൻ സീരീസിലെ ആദ്യ വരിയുടെ തരംഗദൈർഘ്യം. അഗെയിൻ ഇവിടെ ചോദിക്കുന്നത് ഫസ്റ്റ് ലൈൻ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസിഷൻ തരത്തില്ല. അതായത് 2 to 1 ആണോ 3 to 1 ആണോ എന്നൊന്നും തരത്തില്ല. അപ്പോൾ ഈ N2ന്റെ വാല്യൂ കണ്ടുപിടിക്കലാണ് ഇവിടെ ചെയ്യേണ്ടത്. ബാക്കിയൊന്നുമില്ല. ലൈമാൻ സീരീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം N1ന്റെ വാല്യൂ എത്രയാ? 1 ആണ്. ഫസ്റ്റ് ട്രാൻസിഷൻ അല്ലേ? ഫസ്റ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദിസ് ഇസ് 1, ദിസ് ഇസ് N2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലേ? ഇത് ഫസ്റ്റ് ലൈൻ. സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് 3 to 1 ആയിരിക്കും. അപ്പോൾ നമുക്കൊക്കെ കിട്ടി 1/λ is equal to R 1/1 square minus 1/2 square. സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. 1/R നോക്കിക്കോളൂ. R into 3/4. ഓക്കെ, 1/λ ലാംഡ ഇസ് ഈക്വൽ ടു എന്ത് വരും? യെസ്, 912 into 4/3 എന്ന് വരും. അപ്പോൾ ഇതെന്തായിരിക്കും? യെസ്, ദിസ് ഇസ് 304. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? 1216 ആങ്സ്ട്രോം. അപ്പോൾ ഇതാ എന്ത് കിട്ടും? 1215 ആങ്സ്ട്രോം എന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നെക്സ്റ്റ് വൺ നോക്കൂ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ n=2 ലെവലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പൂർണ്ണമായി നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജം ഇലക്ട്രോൺ വോൾട്ടിൽ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് ഓർബിറ്റിലുള്ള എനർജി എന്ത് ചെയ്യുക? ഫൈൻഡ് ഔട്ട് ചെയ്യാം. എങ്ങനെയായിരിക്കും? യെസ്, -13.6 z² 1 സ്ക്വയർ അല്ലേ? സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ എത്രയാണ്? 4. -13.6/4 എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു -3.4 ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡ് ഓർബിറ്റിലുള്ള എനർജി. അപ്പോൾ അയണൈസേഷൻ എന്താൽപ്പി എന്തായിരിക്കും? ഇത്ര എനർജി കൊടുത്താലേ ഇവരെന്ത് ചെയ്യാൻ പറ്റൂ? ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റൂ. വിച്ച് മീൻസ് എന്ത് വരും? യെസ്, ഓപ്ഷൻ എ 3.4 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. ഓക്കെ, അയണൈസേഷൻ എനർജി ഈസ് ഈക്വൽ ടു 3.4 ഇലക്ട്രോൺ വോൾട്ട്. നെക്സ്റ്റ് വൺ, ഹൈഡ്രജൻ ആറ്റത്തിൽ n=4. യെസ്, ഇങ്ങനെ ചോദിക്കും. n=4 ടു n=1 ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുകയാണ്. ഓക്കെ, ട്രാൻസിഷൻ നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര സ്പെക്ട്രൽ ലൈൻസ് എത്ര സ്പെക്ട്രൽ ലൈൻസ് ഫോം ചെയ്യും എന്നുള്ളത് ചോദിക്കും. സ്പെക്ട്രൽ ലൈൻസ്. അപ്പോൾ ഒരൊറ്റ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി, n × n-1/2. ഓക്കെ, അതായത് 5ൽ നിന്ന് 1, 6ൽ നിന്ന് 1 ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ എത്ര സ്പെക്ട്രൽ ലൈൻസ് ഫോം ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ എന്തായിരിക്കും? n × n-1/2. അപ്പോൾ എന്തായിരിക്കും കേട്ടോ? 4 × 4 - 1 3 എത്രയായിരിക്കും? യെസ്, ഓപ്ഷൻ ബി 6 ആയിരിക്കും കറക്റ്റ് ആൻസർ. നല്ലൊരു ചോദ്യമാണ്. 14, 4s ഓർബിറ്റലിലെ റേഡിയൽ നോഡുകളുടെ എണ്ണം. അപ്പോൾ 2 നോഡാണല്ലേ. ആങ്കുലാർ നോഡ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ആങ്കുലാർ നോഡ് ഇസ് ഈക്വൽ ടു L ആയിരിക്കും. ടോട്ടൽ നോഡ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ടോട്ടൽ നോഡ് ഇസ് ഈക്വൽ ടു n-1. അപ്പോൾ ടോട്ടൽ നോഡ് ഇസ് ഈക്വൽ ടു ആങ്കുലാർ നോഡ് പ്ലസ് റേഡിയൽ നോഡാണ്. അപ്പോൾ റേഡിയൽ നോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ നോഡ് മൈനസ് ആങ്കുലാർ നോഡായിരിക്കും. ടോട്ടൽ നോഡ് എന്ന് പറയുന്നത് എന്താണ്? n-1. ആങ്കുലാർ നോഡ് യെസ് n. അപ്പോൾ n-l-1 ആയിരിക്കും എന്ത്? നമ്മുടെ റേഡിയൽ നോഡ് എന്ന് പറയുന്നത്. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ 4s ഓർബിറ്റലാണ് ചോദിച്ചിരിക്കുന്നത്. n-ൻ്റെ വാല്യൂ 4 ആണ്, l-ൻ്റെ വാല്യൂ 0 ആണ്. യെസ്, -1 വിച്ച് ഇസ് 3. ഓപ്ഷൻ ബി എന്ന് കിട്ടും. 15, ഇനി പറയുന്നതിൽ ഏത് ഓർബിറ്റലിനാണ് ഏറ്റവും കൂടുതൽ റേഡിയൽ നോഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയൽ നോഡ് നമുക്കിപ്പോൾ അറിയാം n-l-1. അപ്പോൾ നമുക്ക് എന്ത് വേണം? യെസ്, n വാല്യൂ എന്തായിരിക്കണം? വലുത്, ലാർജസ്റ്റ് ആയിരിക്കണം. l വാല്യൂ എന്തായിരിക്കണം? സ്മോളസ്റ്റ്. സ്മോളസ്റ്റ് എന്ന് പറയുമ്പോൾ 0 ആവുന്നതാണ് നല്ലത്. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ 3 ആണ് ഉള്ളത് അല്ലേ? 3, 2-നേക്കാളും 3 ആണ് വലുത്. ഇനി എന്താണ്? l വാല്യൂ 0 ആയിട്ടുള്ള ആരാണ്? യെസ്, 3s. ബാക്കിയൊക്കെ എന്തായിരിക്കും? കുറവായിരിക്കും. അടുത്ത ചോദ്യം, ഏത് ഓർബിറ്റലിനാണ് ഒരേ സമയം ഒരു റേഡിയൽ നോഡ് എത്രയാ? 1, ഒരു ആംഗുലാർ നോഡ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആംഗുലാർ നോഡ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? L വാല്യൂ. അപ്പോൾ L 1 ആണെങ്കിൽ ഇതെന്തായിരിക്കും ഇവിടെ? ഇത് P ആയിരിക്കും. ഇതെന്തായിരിക്കും? P. അപ്പോൾ ടോട്ടൽ നോഡിൻ്റെ വാല്യൂ എത്രയാ? ടോട്ടൽ നോഡ് എന്ന് പറയുന്നത് റേഡിയൽ നോഡ് പ്ലസ് ആംഗുലാർ നോഡ് ആയിരിക്കും. അപ്പോൾ 1 + 1 എന്തായിരിക്കും? 2. ടോട്ടൽ നോഡ് ഇസ് ഈക്വൽ ടു n-1 അല്ലേ? ടോട്ടൽ നോഡ് എന്ന് പറയുന്നത് n-1 ആണ്. അപ്പോൾ
ഇത് 2 കിട്ടണമെങ്കിൽ ടോട്ടൽ നോഡ് 2 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? n 3 ആണ്. എല്ലിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എന്താണ്? പി ആണ്. അപ്പോൾ ഈസി ആയിട്ട് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റും. വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. 3p. 17. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ m നിർണ്ണയിക്കുന്നത് എന്താണ്? യെസ്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് അല്ലേ? ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ് ആണ്. ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ് ആണ്. ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എനർജി ആണ്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഷേപ്പ് ആണ്. യെസ്, എം എൽ എന്താണ്? യെസ്, ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ് ആണ്. 18. n is equal to 4, l is equal to 1. അതായത് ഇവിടെ പറയുന്നത് 4p ഓർബിറ്റൽസ് ആണ് അല്ലേ? യെസ്, ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പോൾ പിയിൽ എത്രയായിരിക്കും മക്കളെ? പി എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ ആണ് ടോട്ടൽ? 6 ഇലക്ട്രോൺസ് ആണ്. 6 ഇലക്ട്രോൺസ്. ഇനി n is equal to 4, l is equal to 3. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 4f ആണ്. സബ്ഷെല്ലിലെ ഓർബിറ്റുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ സബ്ഷെല്ലിൽ ഇതിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് റിലേഷൻസ് ഉണ്ട്. ആ റിലേഷൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്പർ ഓഫ് സബ്ഷെൽ ഇൻ nth ഷെൽ. ഇപ്പോൾ ചോദിക്കുകയാണ് 6th ഷെല്ലിൽ എത്ര സബ്ഷെല്ലുണ്ട്? എത്രയായിരിക്കും? 6 ആയിരിക്കും. 7th ഷെല്ലിൽ എത്രയായിരിക്കും? 7 അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തേർഡിൽ എന്തൊക്കെയുണ്ട്? 3s ഉണ്ട്, അതേപോലെ 3p ഉണ്ട്, 3d ഉണ്ട്. 3f ഉണ്ടോ? ഇല്ല അല്ലേ? അതേപോലെ 2s 2p 2d ഉണ്ടോ? ഇല്ല. എത്ര ഷെല്ലാണ്? സബ്ഷെല്ലാണ്? 2 സബ്ഷെല്ല്, എസും പിയും. അതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് സബ്ഷെൽ ഇൻ nth ഷെൽ എത്രയായിരിക്കും? n. നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ nth ഷെൽ എത്രയായിരിക്കും? n² ആയിരിക്കും. അതായത് 3 തേർഡ് ഷെല്ലിൽ എത്ര ഓർബിറ്റൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 3ൽ എന്തൊക്കെ ഉണ്ടാവും? 3s ഉണ്ടാവും, 3p ഉണ്ടാവും, 3d ഉണ്ടാവും. ഇതിലൊക്കെ എത്ര ഓർബിറ്റലായിരിക്കും? എസിൽ 1, പിയിൽ 3, ഡിയിൽ 5. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 9. വിച്ച് മീൻസ് 3ൽ എത്രയാണ്? യെസ്, 9 ഓർബിറ്റൽസ്, n² ഓർബിറ്റൽസ് ഉണ്ടാകും. ഇലക്ട്രോൺ അത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. 2n² അല്ലേ? nth ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 2n². ഇനി നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ nth ഷെൽ ഏതായിരിക്കും? 12+1 എന്നൊക്കെ രീതിയിൽ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ nth സബ്ഷെൽ 4l+2 എന്നുള്ള റിലേഷൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നോക്കിയേ. യെസ്, 4f സബ്ഷെല്ല് അല്ലേ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് 4f സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റുകൾ ഉണ്ടെന്നാണ്. ഓർബിറ്റൽസ് 4fൽ എത്ര ഓർബിറ്റൽസ്? ഓക്കെ, അപ്പോൾ നോക്കിയേ. നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എൽത്ത് ഷെൽ, എൽത്ത് സബ്ഷെൽ എന്താണ്? 2l+1. 2l+1. അപ്പോൾ എന്തായിരിക്കും? 4f എന്ന് പറയുമ്പോൾ 3 ആണ് അല്ലേ? l 3 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 7 എന്ന് ഈസി ആയിട്ട് നമ്മൾ പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ ഡി ആണെങ്കിലോ 2l+1. ആലോചിച്ച് 2 × 2+1. ഡി സബ്ഷെല്ലിൽ നമുക്കറിയാം എത്ര ഓർബിറ്റലാണ്? 5 ഓർബിറ്റലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. n is equal to 3. എല്ലാ ഓർബിറ്റലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. ടോട്ടൽ ഇലക്ട്രോൺസ് ആണ്. ഇതൊക്കെ ചോദിക്കാം. ടോട്ടൽ ഇലക്ട്രോൺസ് ഇൻ nth ഷെൽ അല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? 2n². അപ്പോൾ എന്ത് ചെയ്യുക? 2 × 3². ഓക്കെ, വിച്ച് ഇസ് 18. ഓപ്ഷൻ ബി. 21. ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം 0 ആകുന്ന ഓർബിറ്റൽ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? √L × l+1h/2π ആണ്. ഇത് 0 ആകണമെങ്കിൽ എന്ത് 0 ആവണം? L 0 ആകണം അല്ലേ? L 0 ആയാൽ സ്വാഭാവികമായിട്ടും ആംഗുലാർ മൊമെൻറ്റം എന്താവും? 0 ആവും. വിച്ച് മീൻസ് L 0 ആകുന്നത് ഏത് സബ്ഷെല്ലാണ്? എസ്. അപ്പോൾ ഇതെന്താണ്? യെസ്, 2s. 22. ഏത് ജോഡി അയോണുകൾക്കാണ് ഒരേ പാരാമാഗ്നറ്റിക് മൊമെൻറ്റ്? മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് മൊമെൻറ്റ് എങ്ങനെയായിരിക്കും? μ = √n × n+2 ബോർ മാഗ്നറ്റോൺ ആണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഒരേ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. ഒരേ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ യെസ്, n എന്താണ്? അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് അല്ലേ? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. ആർക്കാണ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് സെയിം ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. Cu2+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 4s1 3d 10. ഓക്കെ, Cuൻ്റെ കോൺഫിഗറേഷൻ ആണ് 4s1 3d 10. അപ്പോൾ 4s2+ Cu2+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, ദിസ് വിൽ ബി 3d 9.
9. ഓക്കെ, 3D9 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഫിസിക്സിൻ്റെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അറിയത്തുണ്ടാവത്തില്ല. അൺപെയ്ഡ് ഇലക്ട്രോൺ എത്രയാ? n=1. Ti3+. എന്താണ്? SCTI അല്ലേ? 22. അപ്പോൾ എന്തായിരിക്കും? 4s2 3d2 ആണ് Ti3+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, 4s2ൽ നിന്ന് 2 പോവും, ഇവിടെ നിന്ന് 1 പോവും. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺ എത്രയായി? 1. അപ്പോൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. എന്തായാലും Mn2+ ഒക്കെ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും 5 ആയിരിക്കും. Cu2+ നമ്മൾ കണ്ടു, എത്രയാണ്? 1. ഇതല്ല. Ti4+, 4 ഇലക്ട്രോണും പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ 0 ആയിരിക്കും. ഇതും വരത്തില്ല. ഓക്കെ, Ti3+ൽ എന്താണ്? 1 ആണ്. Ni2+ൽ എന്തായിരിക്കും? 4s2 3d8 ആണ്. വിച്ച് മീൻസ് ഇവിടെ എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ഏതായാലും നമ്മുടെ ഓപ്ഷൻ നമുക്ക് കിട്ടി, വിച്ച് ഇസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ചോദ്യം, 2 കണികകൾ AB എന്ന് പറയുന്ന 2 കണികകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെലോസിറ്റി കൊടുത്തിട്ടുണ്ട് അല്ലേ? വെലോസിറ്റി ഓഫ് A എത്രയാണ്? 0.05. വെലോസിറ്റി ഓഫ് B എത്രയാണ്? 0.02. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ബിയുടെ മാസ് എയുടെ മാസിനേക്കാൾ 5 മടങ്ങാണ്. അതായത് മാസ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 5 ടൈംസ് ഓഫ് മാസ് ഓഫ് എ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡീബ്രോയ് വേവ് ലെങ്ത്തിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് λA/λB കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എങ്ങനെ ചെയ്യാം? അതായത് h/p ഓഫ് എ ഡിവൈഡഡ് ബൈ h/p. അപ്പോൾ എച്ചും എച്ചും ക്യാൻസൽ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? PB/PA എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് ബാക്കിയുള്ളത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നോക്കിക്കോളൂ, λA/λB ഇസ് ഈക്വൽ ടു എന്താ നമ്മൾ എഴുതിയത്? PB/PA. ഇതാ PB/PA. PB എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, MB/VB ഡിവൈഡഡ് ബൈ MA/VA. ഓക്കെ, MB എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നോക്കിയേ, MPA നമുക്ക് എങ്ങനെ എഴുതാം? 5 ടൈംസ് ഓഫ് MA എന്ന് എഴുതാൻ പറ്റും. 5 ടൈംസ് ഓഫ് MA. VB, വെലോസിറ്റി ഓഫ് B എത്രയാണ്? 0.02 ഡിവൈഡഡ് ബൈ MA. വെലോസിറ്റി ഓഫ് A എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 0.05. ക്യാൻസൽ ചെയ്യാൻ നമുക്ക്. നോക്കിക്കോളൂ, ഇതാ MA ക്യാൻസൽ ചെയ്തു. ഇതാ ഇതെന്ത് ചെയ്യാം? 2/5 എന്ന് സിംപ്ലി എഴുതാൻ പറ്റും അല്ലേ? എന്ത് ചെയ്യുക? 5 ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും? λA/λB എന്ന് പറയുന്നത് 2:1 ആയിരിക്കും. സിംപ്ലി നമുക്ക് ആൻസർ കിട്ടും. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? യെസ്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ക്വസ്റ്റ്യൻ, ഒരു കണികയുടെ സ്ഥാനത്തിൻ്റെയും ആക്കത്തിൻ്റെയും അനിശ്ചിതത്വം തുല്യമാണ്. അതായത് Δx-ഉം Δp-യും അൺസർട്ടാനിറ്റി ഇൻ പൊസിഷൻ. നോക്കണേ, അൺസർട്ടാനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് മൊമെൻറ്റമാണ് ഇവർ പറയുന്നത്. ഓക്കെ, M മാസുള്ള ഒരു കണികത്തിൻ്റെ പ്രവേഗത്തിലുള്ള അനിശ്ചിതത്വം, അതായത് ΔV എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല അല്ലേ? ഓപ്ഷൻസ് മിസ്സാണ്. കുഴപ്പമില്ല, നമുക്ക് ചെയ്തു നോക്കാം. പറയുന്നതൊന്നുമില്ല. അൺസർട്ടാനിറ്റി ഇൻ പൊസിഷനും മൊമെൻറ്റവും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അൺസർട്ടാനിറ്റി ഇൻ വെലോസിറ്റി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം അറിയാം അല്ലേ? Δx ഇൻറ്റു Δp ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു h/4π എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ ഈക്വൽ ആയിട്ട് എടുക്കുന്നു. ഈക്വൽ. ഓക്കെ, അപ്പോൾ ഞാൻ ആൻഡ് അഗെയിൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് Δx ഇസ് ഈക്വൽ ടു Δp. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ Δxന് പകരം Δp എന്ന് കൊടുക്കുന്നു. അപ്പോൾ Δp² ഇസ് ഈക്വൽ ടു h/4π. ഓർ Δp ഇസ് ഈക്വൽ ടു എന്തെഴുതാം? ഇവിടെ നോക്കി, ഇങ്ങോട്ടേക്ക് വരും, √h/4π. അല്ലെങ്കിൽ എനിക്ക് എഴുതാം 1/2. 4 പുറത്തേക്ക് എടുക്കുന്നു, √h/4π. ഈ Δpനെ എനിക്ക് എങ്ങനെ എഴുതാം? M ഇൻറ്റു Δv അല്ലേ? അൺസർട്ടാനിറ്റി ഇൻ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ വെലോസിറ്റിക്കാണ് അൺസർട്ടാനിറ്റി ഉണ്ടാവുക, മാസിന് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ എന്ത് ഈസ് ഈക്വൽ ടു 1/2 √h/π എന്ന് വരും. സോ നമുക്ക് എങ്ങനെ എഴുതാം? Δv ഈസ് ഈക്വൽ ടു 1/2 √h/π എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതുകൊണ്ട് കാര്യം മനസ്സിലാക്കുക. യെസ്. 25, ഒരേ ഗതികോർജ്ജമുള്ള, അതായത് കൈനറ്റിക് എനർജി സെയിം ആണ് അല്ലേ? ആർക്കൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? യെസ്, പ്രോട്ടോണും പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ആൽഫ പാർട്ടിക്കിളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടോണിൻ്റെ മാസ് നമുക്കറിയാം 1 ആക്കി എടുത്താൽ
ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഹീലിയം ന്യൂക്ലിയസ് ആണ് അല്ലേ? ഹീലിയം ന്യൂക്ലിയസ്. ഇതിൻ്റെ മാസം എത്രയാ? 4. പ്രോട്ടോണിൻ്റെ മാസം എത്രയായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവരുടെ ഡീബ്രോയ് വേവ് ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോക്കിക്കോളൂ. ലാംഡ ആരുടെയാണ്? പ്രോട്ടോൺ ബൈ എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൽഫ. എങ്ങനെയായിരിക്കും? എച്ച് ബൈ പി. പി ഓഫ് വോട്ട്? പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ എച്ച് ബൈ പി ഓഫ് വോട്ട്? ആൽഫ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൈനറ്റിക് എനർജി സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയണം. യെസ്, മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ √2mke എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് ഫിസിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലാംഡ പി ബൈ ലാംഡ ആൽഫ ഇസ് ഈക്വൽ ടു എച്ച്. ഇതാ ഇവിടെ നിന്ന് എച്ച് ഒക്കെ കട്ട് ചെയ്ത് പോവുക അല്ലേ? പി ആൽഫ എന്ന് പറഞ്ഞാൽ √2mke ആൽഫ ഡിവൈഡഡ് ബൈ √2m കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ. ആൻഡ് ഇവർ സെയിം ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോണും ഇതാ പ്രോട്ടോണിൻ്റെയും ആൽഫ കണത്തിൻ്റെയും ഗതികോർജ് എത്രയാ? സെയിം. കൈനറ്റിക് എനർജി സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്തോളൂ? ഇത് ക്യാൻസൽ ചെയ്തോളൂ. ബാക്കി എന്ത് വരും? √2 പ്രോട്ടോണിൻ്റെ എത്രയാണ്? സോറി, ആൽഫ പാർട്ടികളാണ് അല്ലേ? ആൽഫ പാർട്ടികളിൻ്റെ മാസ് എത്രയാ? 4 ഡിവൈഡഡ് ബൈ പ്രോട്ടോണിൻ്റെ എത്രയാ? 1. അപ്പോൾ എന്ത് ചെയ്യുക? ഇതാ 2 ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും? √4/1 എന്ന് വരും, വിച്ച് ഇസ് 2:1. ഓക്കെ, ലാംഡ പി ബൈ ലാംഡ ആൽഫ. സോ അഗെയിൻ ഇവിടെ എന്തായിരിക്കും? യെസ്, 2:1 എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ സി. ഓൾ റൈറ്റ്. ഇനിയുള്ളത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള 2 പ്രോബ്ലംസ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു മെറ്റൽ സർഫസ് ഉണ്ടാകും അല്ലേ? ഇവിടെ ഒരു മെറ്റൽ സർഫസ് ഉണ്ടാകും. ഇവിടെ ആര് വന്നിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നു അല്ലേ? ഒരു ഫോട്ടോൺ ഓഫ് സഫിഷ്യൻറ്റ് എനർജി അല്ലേ? hν. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി വേണം. ആ ഫ്രീക്വൻസിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് നമ്മൾ പറയുന്നത്. ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ മുകളിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. കാര്യങ്ങളൊക്കെ അവിടെ ക്ലിയർ ആണ്. ഏത് പ്രോബ്ലം ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ത്രെഷോൾഡ് ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ, നമ്മുടെ ന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ µ0 ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? യെസ്, ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഡീറ്റെയിൽഡ് തിയറി ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? പുറപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രിക്കുകളുടെ കൈനറ്റിക് എനർജി ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു? അതായത് ഇവിടെ നിന്ന് പോകുന്ന ഈ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഓഫ് കോഴ്സ് സ്ട്രൈക്ക് ചെയ്യുന്ന ഫോട്ടോൺസിൻ്റെ യെസ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ അതേതാണ്? യെസ്, ലോഹത്തിൻ്റെ ഉപരിതലത്തിലേക്ക് അടിക്കുന്ന ഫോട്ടോണുകളുടെ എണ്ണം ആണോ? അല്ല. എണ്ണം ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? യെസ്, ഇൻറ്റൻസിറ്റിക്കാണ് അല്ലേ? ഇതേതായിരിക്കും? തരംഗദൈർഘ്യം, ഫ്രീക്വൻസി ആണ്. ഓക്കെ, തരംഗദൈർഘ്യം ഓർ ഫ്രീക്വൻസി. വെളിച്ചത്തിൻ്റെ തീവ്രത അല്ല, താപനില അല്ല. ഏതാണ്? യെസ്, ഓപ്ഷൻ എ. ആൻഡ് ഫൈനലി താഴെ പറയുന്നതിൽ ഏതാണ് പുറപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്? അതായത് ഇവിടെ നിന്ന് 1 ഇലക്ട്രോൺ ആണോ, 2 ഇലക്ട്രോൺ ആണോ, 3 ഇലക്ട്രോൺ ആണോ പോകുന്നത് എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യും? യെസ്, ഫ്രീക്വൻസിയെ അല്ല, മറിച്ച് എന്താണ്? തീവ്രത, ഇൻറ്റൻസിറ്റി ആണ് അല്ലേ? യെസ്, ആസ് ഇൻറ്റൻസിറ്റി ഇൻക്രീസസ് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഓൾസോ വോട്ട്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓൾസോ ഇൻക്രീസസ്. ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ഞാൻ മുകളിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്താൽ ഭയങ്കര ലെങ്തി ആയി പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.